ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ കമ്പനിയില് നല്ല ശമ്പളത്തില് ഇവനൊരു ജോലി കൊടുക്കാൻ ഞാൻ തയ്യാറാ. സാറിന്റെ കമ്പനിയിൽ നിനക്കൊരു ജോലി തരാമെന്ന്. ജോലി ജോലി എന്തായാലും ഞാൻ വന്ദനയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ആയിക്കോട്ടെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചായ കുടിച്ചിട്ട് പോ. ഇപ്പൊ ഒന്നും വേണ്ട. എനിക്ക് ജഗൻചേട്ടനോട് ഒരു അപേക്ഷ കൂടിയുണ്ട്. തൽക്കാലം ഇക്കാര്യം വന്ദനയെടുത്ത് അറിയരുത്. എന്റെ കുഞ്ഞിനെ കൊന്നവള വന്ദന. അപ്പച്ചൻ ഉപയോഗിച്ചിരുന്ന വണ്ടിയാ. ക്യാപ്റ്റൻ ആയതുകൊണ്ട് എല്ലാം പട്ടാളച്ചിട്ടല്ലേ കാര്യങ്ങള്. യാത്ര പോകുന്നതിന് മുമ്പും യാത്ര കഴിഞ്ഞു വരുമ്പോഴും കാറ് കഴുകി വൃത്തിയാക്കണം. എന്തെങ്കിലും ചെറിയൊരു പണി വന്നാൽ പോലും അത് മാധവൻ നായരെ പണിയാവൂ. എഞ്ചിന്റെ ശബ്ദം കേട്ട് കാറിന്റെ കുഴപ്പം എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്ന ആളാണ് മാധവൻ നായരെന്നാ അച്ഛൻ പറയാറ്. വർഗീസ് സാർ ഇപ്പോ കിടപ്പില്ല. കഴിഞ്ഞ ആഴ്ച വരെ നേരിയൊരു ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഒരാഴ്ചയായിട്ട് അതുമില്ല. അപ്പച്ചനുള്ളതുപോലെ എനിക്കും ഈ കാറിനോട് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ട്. അതാ ഞാൻ കാറ് പണിയാൻ ഇവിടെ തന്നെ കൊണ്ടുവന്നത്. മാധവൻ നായരെ കൊണ്ട് ഇത് റിപ്പയർ ചെയ്യിക്കാൻ. സാറിന് വണ്ടി റിപ്പയർ ചെയ്ത് കിട്ടിയാ പോരെ? എന്റെ മോനാ, ഇവൻ നന്നായി റിപ്പയർ ചെയ്യും. ഓ, സാറപ്പോ എന്റെ കുടുംബവിശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? മാധവന് 3 ആൺമക്കളാ. 2 എണ്ണം എന്റെ രക്തത്തിൽ പിറന്നതും ഇവനെ ഞാൻ എടുത്തു വളർത്തിയതുവാ. ഓക്കെ ഓക്കെ. ആ, ഇപ്പൊ ശബ്ദം സ്മൂത്തായി. ആ ചെറിയ കിരീര ശബ്ദം അങ്ങ് മാറി. കൂലി എത്രയായി? ഇവൻ സംസാരിക്കില്ല. ഓ സോറി. എത്ര രൂപയായി മാധവൻ നായരെ? എത്ര രൂപയായാലും 100 രൂപയും കൂടി ചേർത്താണ് അപ്പച്ചൻ തരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടേ. ശീലം തെറ്റിക്കുന്നില്ല. എന്നാലേ ഇതിന് പൈസ വേണ്ട. എന്റെ വിനുമോൻ മുഴുവൻ പണിയും ചെയ്ത ആദ്യത്തെ കാറാ. ഈ കാറിന്റെ ഐശ്വര്യവും ക്യാപ്റ്റൻ വർഗീസ് സാറിന്റെ അനുഗ്രഹവും മാത്രം മതി. അച്ഛന്റെ സുഹൃത്തിന്റെ കാർ ആയതുകൊണ്ട് അതിന് കാശ് വേണ്ടെന്നാവൻ പറഞ്ഞത്. ഇവൻ കൊള്ളാലോ. ഗുരുത്വവും ഉപകാരസ്മരണയൊക്കെ ഉള്ളവനാ. എന്റെ കമ്പനിയില് നല്ല ശമ്പളത്തില് ഇവനൊരു ജോലി കൊടുക്കാൻ ഞാൻ തയ്യാറാ. സാറിന്റെ കമ്പനിയിൽ നിനക്കൊരു ജോലി തരാമെന്ന്. ജോലി ജോലി എന്നെ വിട്ട് അവനെങ്ങും പോകുന്നില്ലെന്നാ പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. നന്ദിയുള്ളവനാ. ഇവൻ എന്തെങ്കിലും പണി വേണമെന്ന് തോന്നിയ എന്നെ അറിയിച്ചാ മതി. ഓൾവേസ് വെൽക്കം. ശരി, പോട്ടെ. മോനെ, എന്റെ ചോരയിൽ പിറന്ന മക്കളെക്കാൾ നീയാണ് എന്റെ ഊന്നുവടി. വാ.
നേരം വളരെ വൈകി. ജഗൻ കിടക്കുന്നില്ലേ? അല്ല, ഭീമൺ ഉറങ്ങിയോ? ഉറങ്ങി. എന്താ ജഗ ഒരു ആലോചന? എനിക്ക് വന്ദനോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. നിന്റെ പ്രകാശേട്ടൻ വന്ന് പറഞ്ഞ കാര്യമാണ്. ഹരിത ഗർഭിണിയാ. ആ വിശേഷം പറയാനാണോ പ്രകാശേട്ടൻ വന്നത്? ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. എന്തായാലും സന്തോഷായി. അതിന്റെ പേരിലായിരുന്നല്ലോ ഇവിടെ ഇത്രയും പുകലൊക്കെ ഉണ്ടായിരുന്നത്. ഇതറിയുമ്പോ അമ്മയ്ക്ക് അച്ഛനും സന്തോഷാവും. എന്റെ അമ്മയ്ക്കും. കൂട്ടത്തില് പ്രകാശേട്ടൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ വന്ദനയും കൂട്ടിപ്പോയി ഹരിതയെ ഒന്ന് കാണണമെന്ന്. ഞാൻ അച്ഛന്റെ സ്ഥാനത്തും വന്ദന അമ്മയുടെ സ്ഥാനത്തും നിന്ന് ഗർഭിണിയെ അനുഗ്രഹിക്കണമെന്ന്. വന്ദനയുടെ അച്ഛനും അമ്മയാണ് ചടങ്ങ് നിർവഹിക്കേണ്ടത്. പക്ഷേ കേസും കോടതി വിധിയും നഷ്ടപരിഹാരവും ഒക്കെ ആയിട്ട് മനോജും അവരും ഇരു ചേരികളിലാണല്ലോ. പ്രകാശേട്ടൻ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സാഹചര്യത്തിലും ഈ കുടുംബം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട കർത്തവ്യങ്ങള് നമ്മൾ പോയി ചെയ്യണ്ടേ? ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാനിപ്പോഴും ഹരിതയുടെ മനസ്സിൽ അവളുടെ ആദ്യത്തെ കുഞ്ഞിന്റെ കൊലയാളിയാ. രണ്ടാമത്തെ കുഞ്ഞിനെയും നശിപ്പിക്കാനാണോ വന്നതെന്ന ചോദ്യം ഹരിതയിൽ നിന്ന് മാത്രമായിരിക്കില്ല. ജഗന്റെ അച്ഛനും അപ്പച്ചിയും വിദ്യാർത്ഥിയും ഒക്കെ ചോദിക്കും. ഒരു യുദ്ധം കൂടി കഴിഞ്ഞല്ലേ ഉള്ളൂ. അതിനു മുമ്പ് മറ്റൊരു കലഹത്തിന് കൂടി വഴിവെക്കണോ? അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. ഹരിതയ്ക്ക് നിന്നോടുള്ള തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം. ആ ഉദ്ദേശം എനിക്കുള്ളൂ. നമ്മുടെ കുടുംബാംഗങ്ങൾ വിഘടിച്ച് പല ചേരികളിലായി കഴിഞ്ഞു. അതിനിടയിൽ ഹരിതയും വന്ദനയും തമ്മിലുള്ള ശത്രുത മാറി സൗഹൃദത്തിനുള്ള വഴി തെളിഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ വന്ദനെ? എന്താ, നിനക്കതിന് ഇഷ്ടമല്ലേ? ഇഷ്ടാണ്. വന്ദന ചേച്ചി എന്നുള്ളു തുറന്നൊരു വിളി മാത്രം മതി എനിക്ക് അവളോടുള്ള പിണക്കം തീരാൻ. ഞാൻ കൊലയാളിയല്ല, നിരപരാധിയാണ് എന്ന് അവളുടെ വിശ്വാസം മാത്രം മതി എന്നും അവളെ ചേർത്ത് പിടിക്കാൻ. വന്ദന കരയുവാണോ? സന്തോഷവും സങ്കടവും ഒക്കെ ഒത്തുചേർന്നുള്ളൊരു കണ്ണീരായത്.